Hello friends, welcome back to our channel. motherandchildworldjeny എന്ന നമ്മുടെ സ്വന്തം ഫാമിലിയിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എനിക്ക് വന്ന കുറേ കമൻറ്റ്സ് അടിസ്ഥാനമാക്കിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞു വാവകളുടെ സ്കിന്നിൻ്റെ കളർ എങ്ങനെയാണ് തൂവെള്ള കളർ അല്ലെങ്കിൽ ഫെയർ ആക്കുന്നതെന്ന്. ഞാനൊരു കാര്യം നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഞാൻ പറയുന്ന കാര്യം വ്യക്തമായി കേട്ട് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഇനി മേലാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ടോപ്പിക്കുള്ള വീഡിയോയുടെ പുറകെ പോകേണ്ട ആവശ്യം വരില്ല. അതിനു മുമ്പായി നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ, ഞാൻ ജെനി, എഡ്യൂക്കേഷൻ മെഡിക്കൽ ഫീൽഡിലാണ്. നമ്മുടെ ചാനലിൽ സാധാരണയായി പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ്, പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസ്, ബേബി കെയർ റിലേറ്റഡ് വീഡിയോസ്, ഹെൽത്ത് കെയർ റിലേറ്റഡ് വീഡിയോസ്, ടിപ്സ് ഫോർ യുവർ ലൈഫ് ഒക്കെയാണ് വീഡിയോസ് ആക്കി ചെയ്യാറുള്ളത്. ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തൊട്ട് അപ്പുറത്തുള്ള ആ കുട്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ സമയം കളയാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലൈഫിലും നമ്മുടെ ലൈഫിലും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയുള്ളതാണ്, നമുക്കത് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയുള്ളതാണ്, അത് നമുക്ക് മാറ്റാൻ ഒരിക്കലും പറ്റില്ല. മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളിനകത്ത് നമ്മുടെ ഹെയർ സ്റ്റൈൽ, നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത്, നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ ഡ്രസ്സിങ് സെൻസ്, നമ്മുടെ ഓവറോൾ ലുക്ക്, ഇതിലെല്ലാം നമുക്ക് കുറച്ചൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്താൻ പറ്റും. നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റാത്ത കൂട്ടത്തിൽ വരുന്നതാണ് നമ്മുടെ നോസ്, നമ്മുടെ ലിപ്സ്, നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ്, നമ്മുടെ ഐസിൻ്റെ കളറൊക്കെ. നമുക്കിതൊക്കെയും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് അല്ലെങ്കിൽ കോസ്മെറ്റിക് സർജറി ഒക്കെ ചെയ്ത് മൈക്കിൾ ജാക്സനെ പോലെ ഓവറോൾ ലുക്ക് തന്നെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഇൻസെക്യൂരിറ്റിയെ കൂടുതലായിട്ട് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓർത്ത് നോക്ക്, നമ്മൾ ഇത്രയും ഒക്കെ ചെയ്തിട്ടും ആരെങ്കിലും വന്ന് ഒരു നെഗറ്റീവ് കമൻറ്റ് നമ്മളോട് പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അവിടെ താണു പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആ അപ്പിയറൻസ് ഓർത്ത് നമ്മൾ കൂടുതൽ ഇൻസെക്യൂർ ഫീൽ ആകത്തേ ഉള്ളൂ. നിങ്ങളുടെ കുഞ്ഞ് കുറച്ച് ഡാർക്ക് ആണെങ്കിലോ കുറച്ച് ബ്രൗൺ സ്കിൻ ആണെങ്കിലോ വിഷമിക്കേണ്ടതില്ല. നമ്മളുടെയോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ കുഞ്ഞുങ്ങളുടെ ഗ്രാൻഡ് പേരൻസിൻ്റെയോ ഒക്കെ കളർ ആയിരിക്കും, അല്ലെങ്കിൽ പേരൻസിൻ്റെ കളർ മിക്സ് ചെയ്തൊക്കെ ആയിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുക. എത്ര പറഞ്ഞാലും എത്ര അറിഞ്ഞാലും നമ്മൾ പേരൻസിൻ്റെ ഡൗട്ട് മാറാത്ത ഒരു കാര്യമാണ്. പിന്നെയും പിന്നെയും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ല കളർ ഉണ്ടായിരുന്നു, കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ കുഞ്ഞുങ്ങൾ കൂടുതൽ ഡാർക്കായി എന്ന്. അത് നമ്മൾ ഉപയോഗിച്ച എണ്ണയുടെ കുഴപ്പമാണോ, നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിൻ്റെ കുഴപ്പമാണോ, നമ്മൾ യൂസ് ചെയ്യുന്ന ബോഡി വാഷിൻ്റെ കുഴപ്പമാണോ, നമ്മൾ യൂസ് ചെയ്യുന്ന ബോഡി ലോഷൻ്റെ കുഴപ്പമാണോ, ക്രീമിൻ്റെ കുഴപ്പമാണോ എന്നൊക്കെ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞുങ്ങളുടെ കളർ എന്ന് പറയുന്നത് ഒരു പിങ്കിഷ് ടോൺ കളർ ആയിരിക്കും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കിൻ ഒത്തിരി ഇമ്മെച്യൂർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ നമുക്ക് അവരുടെ ബ്ലഡ് വെസൽസ് എല്ലാം ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. അതാണ് നമുക്കൊരു പിങ്കിഷ് ടോൺ ആയിട്ട് കാണുന്നത്. അതാണ് നമ്മൾ പറയുന്നത് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ ഒത്തിരി ചുവന്ന് തുടുത്താണ് ഇരിക്കുന്നതെന്ന്. അതാണ് അതിൻ്റെ കാരണം. പിന്നെ കുഞ്ഞുങ്ങൾ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുടെ ആക്ച്വൽ കളർ ടോണിലേക്കാണ് കുഞ്ഞുങ്ങൾ മാറി വരുന്നത്. അതാണ് നമ്മൾ പറയുന്നത് കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോഴുള്ള കളർ കുറച്ച് ഡാർക്കായി മാറി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ച എണ്ണയുടെ കുഴപ്പമാണോ സോപ്പിൻ്റെ കുഴപ്പമാണോ എന്നൊക്കെ നമ്മൾ തിരക്കുന്നത്. പക്ഷേ അതിൻ്റെ ആക്ച്വൽ റീസൺ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ സ്കിൻ ഇമ്മെച്യൂർ ആണ്. കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുടെ സ്കിൻ മെച്യൂറായിട്ട് അവരുടെ ആ ആക്ച്വൽ കളർ ടോണിലോട്ടാണ് അവർ വരുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആ അവരുടെ കളർ ടോണിനെ ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ 2 ഷെയ്ഡ് നമുക്ക് നമ്മളുടെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ്, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കതിനെ കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ ഈ കളറിൻ്റെ പേരും പറഞ്ഞ് ഒരുപാട് കഴിവുകളുള്ള ആളുകൾ എവിടെയും എത്തിപ്പെടാതെ പോയിട്ടുണ്ട്. നമ്മളുടെയും കുഞ്ഞുങ്ങളെ നമ്മൾ ഇങ്ങനെ കളർ ഡിസ്ക്രിമിനേഷൻ നടത്തി അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ കളർ കൂട്ടാനായുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് നടക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അത് കണ്ടു വളരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അവരുടെ കോൺഫിഡൻസ് ലെവൽ ലോ ആക്കുകയാണ് ചെയ്യുന്നത്.
നിങ്ങൾ എപ്പോഴെങ്കിലും കുഞ്ഞു കുഞ്ഞു മക്കൾ പാർക്കിലൊക്കെ കളിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൽ കുറേ കുഞ്ഞുങ്ങൾ വെളുത്തതായിരിക്കും, കുറേ കുഞ്ഞുങ്ങൾ കറുത്തതായിരിക്കും, കുറേ കുഞ്ഞുങ്ങൾ പൈസയുള്ള വീട്ടിലെ ആയിരിക്കും, കുറേ കുഞ്ഞുങ്ങൾ പൈസ ഇല്ലാത്ത വീട്ടിലെ ആയിരിക്കും. പക്ഷേ ആ കൊച്ചു കുഞ്ഞുങ്ങൾ പരസ്പരം കളിക്കുമ്പോൾ അവരുടെ ആ ചിരി നോക്ക്, അവരുടെ ആ കളി നോക്ക്, അവരുടെ ആ എൻജോയ്മെൻറ്റ് നോക്ക്. എത്ര നല്ലതായിട്ടാണ് അവർ അവരെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നത്. അവരുടെ ടാലൻസ് ഒക്കെ അവർ അറിയാതെ തന്നെ പുറത്തു വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇത്രയും നല്ലതായി അവർ അവരുടെ കളിയിൽ മുഴുകിയിരിക്കും. മറ്റാളുകളെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ അവരുടെ ആ കളിക്ക്, അവരുടെ ആ ചിരിക്കൊക്കെ പറ്റും. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ മറ്റുള്ളവരെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതെന്ന്? അവർക്ക് അവരെ തന്നെ എങ്ങനെയാണ് ഇത്ര നല്ലതായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതെന്ന്? അതിൻ്റെ കാരണം അവർക്കറിയില്ല. എന്തറിയില്ല? അവരുടെ കളർ ഡാർക്ക് ആണെന്നോ, അവരുടെ കളർ ഫെയർ ആണെന്നോ, അവർ പൈസയുള്ള വീട്ടിലെ ആണെന്നോ, അവർ പൈസ ഇല്ലാത്ത വീട്ടിലെ ആണെന്നോ, താഴ്ച എന്താണെന്നോ ഉയർച്ച എന്താണെന്നോ ഒന്നും അവർക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അവരെ തന്നെ ഇത്ര മനോഹരമായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെ തന്നെ ഇത്ര അടിപൊളിയായിട്ട് ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ പറ്റുന്നത്. അതിനുശേഷമാണ് നമ്മുടെ തെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ആ മിസ്റ്റേക്ക്, അവരുടെ ആ ഓപ്പൺനെസ് ചെയ്യാനുള്ള ആ കഴിവിനെ, അവരെ തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള ആ കഴിവുകൾ, അവരുടെ ടാലൻസ് ഒക്കെ ലോ ആക്കി കളയുകയാണ് ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ തന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ സെർച്ച് ചെയ്ത് കുഞ്ഞുങ്ങളിൽ അപ്ലൈ ചെയ്യും. പിന്നെ കുഞ്ഞുങ്ങൾ കുറച്ച് വലുതായി കഴിയുമ്പം അവരോട് പറയും, മോനെ ഈ ക്രീം തേക്ക് വെളുക്കും, മോനെ വെയിലത്തിറങ്ങരുത് കറുത്തു പോകും, മോനെ ചായ കുടിക്കരുത് കറുത്തു പോകും, മോനെ കാപ്പി കുടിക്കരുത് കറുത്തു പോകും, മോനെ ഇത് ചെയ്യരുത്, മോനെ അത് ചെയ്യരുത്. അങ്ങനെ പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പോലും അറിയാതെ ഇങ്ങനെ ഒരു കാര്യം ഉറച്ചു പോകും. എന്താണെന്ന് പറഞ്ഞാൽ സ്കിൻ കളറിന് ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. ഫെയർ ആയി കളർ ഉള്ളവർ മാത്രമേ ലൈഫിൽ വിജയം നേടുകയുള്ളെന്ന്. അല്ലാത്തവർ ലൈഫിൽ തോറ്റുപോകും എന്നുള്ള ഒരു ഫീലിംഗ് അവരുടെ മനസ്സിലുണ്ടാകും. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞ് TV, മൊബൈൽ, ബോളിവുഡ്, ഹോളിവുഡ്, സോങ്സ്, ഫിലിംസ്, മൂവീസ് ഇതൊക്കെ കണ്ട് കുഞ്ഞുങ്ങളുടെ ബ്രെയിനിൽ അത് ഫിക്സ് ആയി അവരുടെ മനസ്സിൽ പെർഫെക്ഷൻ എന്നുള്ള ഒരു വാക്കിന് ഒരു ഫേക്ക് ഡെഫിനിഷൻ ഉണ്ടാകും. അവരുടെ ലൈഫിൽ, അവരുടെ മൈൻഡിൽ അവർ ചിന്തിക്കും, പെർഫെക്റ്റ് ആകണമെങ്കിൽ നല്ല ഉയരം, നല്ല കളർ, നല്ല ബ്യൂട്ടി, സ്ലിം ഒക്കെ വേണമെന്ന്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം കിട്ടുന്നത് ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്കാർക്കും അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനീസിനുമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു മൈൻഡ് ഉണ്ടാകുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല, മറിച്ച് ദോഷം മാത്രമേ ഉള്ളൂ. നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള ആളുകളാണ് കൂടുതലും. അത് തന്നെയാണ് നമുക്ക് നിർത്തേണ്ടതും. ഫ്രണ്ട്സ്, ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലല്ല വേണ്ടത്, മറിച്ച് നമ്മുടെ ഇന്നർ ബ്യൂട്ടിയാണ് വേണ്ടത്. കൂട്ടത്തിൽ കാര്യങ്ങൾ ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും, അത് ആരുടെ മുമ്പിലും ഉറക്കെ വിളിച്ചു പറയാനുള്ള കഴിവും, അതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ ചുറ്റിനുമുണ്ട്. APJ അബ്ദുൽ കലാം സാർ, നെൽസൺ മണ്ടേല, ലാൽ ബഹാദൂർ ശാസ്ത്രി. ആരാണ് ഇന്ന് ഈ ലോകത്ത് ഇവരെയൊക്കെ ഇഷ്ടപ്പെടാത്തത്, ഇവരെയൊക്കെ സ്നേഹിക്കാത്തത്, ഇവരെയൊക്കെ ബഹുമാനിക്കാത്തത്? അങ്ങനെ ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ അവർ എങ്ങനെയായാലും അവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക, അവരെ തന്നെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുക, അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. അവർ അവരുടെ തന്നെ നല്ലതും ചീത്തയും അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ നാളെ ലോകം അവരെ അംഗീകരിക്കുള്ളൂ. മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യരുത്, അവരെ അങ്ങനെ ചെയ്യിക്കാൻ ശീലിപ്പിക്കുകയും അരുത്. അതൊക്കെ കുഞ്ഞുങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ നശിപ്പിക്കുകയേ ചെയ്യുള്ളൂ. ഒരു ലോ കോൺഫിഡൻസ് ആയ ഒരാൾ എപ്പോഴും ലോകത്ത് തോറ്റുപോകും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അക്സെപ്റ്റൻസ് പഠിപ്പിച്ചാൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സെൽഫ് കോൺഫിഡൻസ് പഠിപ്പിച്ചാൽ അവർ ഈ ലോകത്ത് സക്സസ് ആകും. അവരെ നിങ്ങൾ അത്രയും കോൺഫിഡൻസ് കൊടുത്തു വേണം വളർത്താനായിട്ട്. നാളെ അവരോട് ആരെങ്കിലും വന്ന് നീ കറുത്തതാണ് അല്ലെങ്കിൽ നിനക്ക് ഹൈറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കണ്ണിൽ നോക്കി അല്ലെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി ഞാൻ കറുത്തതാണ്, അതിനെന്താണ് പ്രോബ്ലം എന്ന് പേടി കൂടാതെ അവരോട് പറയാൻ അവർക്ക് കോൺഫിഡൻസ്, കുഞ്ഞുങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ആസ് എ പേരൻറ്റ് അത്രയും കോൺഫിഡൻസ് കൊടുത്തു വേണം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട്. പിന്നെ നിങ്ങൾ നോക്കിക്കോണം അവർ അവരുടെ ജീവിതത്തിൽ എങ്ങനെ മുന്നേറുമെന്ന്. നിങ്ങളുടെയും നിങ്ങളുടെ ഫാമിലിയുടെയും പേര് ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു നിമിത്തമാകും. ലുക്സും ബ്യൂട്ടിയും തമ്മിൽ ഉള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ലുക്ക് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ അപ്പിയറൻസ്, അതിൻ്റെ പുറകിലാണ് ഇന്ന് ലോകത്ത് കൂടുതലും ആളുകൾ ഓടുന്നത്. ബട്ട് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു വൈഡ് വേർഡാണ്. അതിൽ അപ്പിയറൻസ് വരും, വർത്തമാനം പറയുന്ന രീതി വരും, മോറൽ വാല്യൂസ് വരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ബ്യൂട്ടിഫുൾ ആക്കാൻ ശ്രമിക്കുക, ലുക്സ് അല്ല ബ്യൂട്ടിഫുൾ.
അവരുടെ മോറൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യിക്കണം. ചിന്തിച്ച് നോക്കുക, ഒരാൾ ഒരുപാട് കാണാൻ വെളുത്തതാണ്, കാണാൻ ഭംഗിയുള്ള ആളാണ്, പക്ഷേ അവരുടെ സ്വഭാവം ഒട്ടും നല്ലതല്ല എങ്കിൽ അവർ വെളുത്തതാണല്ലോ എന്ന് ചിന്തിച്ച് ആരേലും അവരെ ഇഷ്ടപ്പെടുമോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല സെർച്ച് ചെയ്യേണ്ടത്. കുഞ്ഞുങ്ങളുടെ സ്കിൻ കളർ എങ്ങനെ ഫെയർ ആക്കി മാറ്റാൻ പറ്റുമെന്ന് സെർച്ച് ചെയ്യുന്നതിന് പകരം നിങ്ങൾ കുഞ്ഞുങ്ങളുടെ IQ എങ്ങനെ കൂട്ടാൻ പറ്റുമെന്നും കുഞ്ഞുങ്ങളെ ഇൻ്റലിജൻ്റ് ആക്കി എങ്ങനെ വളർത്താൻ പറ്റുമെന്നും കുഞ്ഞുങ്ങൾക്ക് മോറൽ വാല്യൂസ് കൊടുത്ത് എങ്ങനെ അവരെ പെർഫെക്റ്റ് ആക്കി മാറ്റാൻ പറ്റുമെന്നും കുഞ്ഞുങ്ങളുടെ സ്കിന്ന്, അവരുടെ ആരോഗ്യം ഒക്കെ എങ്ങനെ ഹെൽത്തി ആക്കാൻ പറ്റുമെന്നും കുഞ്ഞുങ്ങളെ എങ്ങനെ ജീവിതത്തിൽ മുന്നേറാൻ പഠിപ്പിക്കാൻ പറ്റുമെന്നൊക്കെ സെർച്ച് ചെയ്ത് അതൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കണ്ടു തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളിലൂടെ തന്നെ അറിയാൻ പറ്റും. പിന്നെ കുഞ്ഞുങ്ങളുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് പറയാം. നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ തേച്ച് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു നാച്ചുറൽ ഗ്ലോ, ഒരു തിളക്കം കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിലോ വേറെ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലോ താഴെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ മെയിലിലൂടെയോ നിങ്ങൾക്ക് അത് ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഗിവ് മീ എ തംസ് അപ്പ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ് ആൻഡ് ഗുഡ് ബൈ.